മരണമില്ലാത്ത ഒരു ജീവിതം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒന്നായിരിക്കാം അത്. എന്നാൽ നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മൾ ജീവന് തുല്യം സ്നേഹിച്ചവരൊക്കെ ഓരോരുത്തരായി പ്രായമായി നമ്മുടെ കൺമുന്നിൽ വെച്ച് മൺമറഞ്ഞു പോവുക. ഒടുവിൽ ഈ ഭൂമിയിൽ നമ്മൾ മാത്രം തനിച്ചാവുക. ഓർത്തു നോക്കൂ, അതൊരു വരമല്ല, ദൈവങ്ങൾ നൽകിയ ഏറ്റവും ക്രൂരമായ ശാപമാണ്. നൂറ്റാണ്ടുകളായി ആ ശാപത്തിന്റെ തീരാവേദനയും നെഞ്ചിലേറ്റി ജീവിക്കുന്ന ഒരു അമരനായ മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ദേവന്റെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് പ്രേക്ഷകരെ ഒരേ സമയം കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത കൊറിയൻ ഡ്രാമ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ വിസ്മയം ഗ്ലോബിൻ. നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. ഏതാണ്ട് 900 വർഷങ്ങൾക്ക് മുൻപ് കൊറിയ ഭരിച്ചിരുന്ന ഗോറിയോ രാജവംശത്തിന്റെ കാലം. അവിടുത്തെ സൈന്യത്തിന്റെ തലവനായിരുന്നു കിംഷിൻ. യുദ്ധകളത്തിൽ ശത്രുക്കളുടെ ചോരയിൽ കുളിച്ച് രാജ്യത്തിന്റെ അതിർത്തികൾ കാത്ത ധീരനായ യോദ്ധാവ്. ജനങ്ങൾക്ക് അവൻ വെറും ഒരു സൈന്യാധിപനായിരുന്നില്ല, അവരുടെ രക്ഷകനായിരുന്നു, ഒരു ദൈവമായിരുന്നു. പക്ഷേ ജനങ്ങൾ അവനെ ആരാധിക്കുന്നത് അന്നത്തെ കൊച്ചു രാജാവിന് സഹിച്ചില്ല. രാജാവിന്റെ കണ്ണുകളെ അസൂയയും ഭയവും കൊണ്ട് മൂടി. ഒടുവിൽ ആ കൊട്ടാരത്തിലെ ക്രൂരനായ മന്ത്രി രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചു. കിംഷിൻ ജനങ്ങളെ കൂട്ടുപിടിച്ച് കൊട്ടാരം പിടിച്ചടക്കാൻ വരികയാണ്. യുദ്ധകളത്തിൽ ചോര നീരൊഴുക്കി വിജയിച്ച് സ്വന്തം കൊട്ടാരത്തിലേക്ക് സന്തോഷത്തോടെ തിരികെ വന്ന കിംഷിന്നിനെ കാത്തിരുന്നത് മരണശിക്ഷയായിരുന്നു. അവൻ ഒരു ചതിയനാണെന്ന് രാജാവ് വിധിച്ചു. കിംഷിന്നിന്റെ കൺമുന്നിൽ വെച്ച് അവന്റെ അനിയത്തിയെയും അവന്റെ വിശ്വസ്തരായ പടയാളികളെയും കൊട്ടാരത്തിലുള്ളവർ ക്രൂരമായി വെട്ടിക്കൊന്നു. ഒടുവിൽ തന്റെ പ്രിയപ്പെട്ടവരുടെ ശവശരീരങ്ങൾക്ക് നടുവിൽ വെച്ച് കിംഷിൻ തന്റെ ഏറ്റവും വിശ്വസ്തനായ പടയാളിയോട് ആവശ്യപ്പെടുന്നു, ഈ രാജാവിന്റെ കയ്യിൽ നിന്ന് മരിക്കുന്നതിലും എനിക്ക് അഭിമാനം നിന്റെ കയ്യിൽ നിന്ന് മരിക്കുന്നതാണ്. ആ പടയാളി കണ്ണീരോടെ കിംഷിന്നിന്റെ നെഞ്ചിലേക്ക് ആ മാന്ത്രിക വാൾ ആഴ്ത്തിയിറക്കുന്നു. ആ വിജനമായ മരുഭൂമിയിൽ ചോര വാർന്ന് കിംഷിൻ മരിച്ചു വീണു. അവന്റെ ശരീരം അടക്കം ചെയ്യാൻ പോലും രാജാവ് അനുവദിച്ചില്ല. കാക്കകൾക്ക് തീറ്റയായി അവിടെ ഉപേക്ഷിച്ചു. പക്ഷേ വിധി അവിടെ തീർന്നില്ല. ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട യോദ്ധാവിന് വേണ്ടി ദൈവത്തോട് അലറിക്കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒടുവിൽ ദൈവങ്ങൾ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന് ജീവൻ തിരികെ നൽകി. പക്ഷേ ഒരു വ്യവസ്ഥയോടെ. അവൻ ഇനി മുതൽ വെറും ഒരു മനുഷ്യനല്ല, ഒരു ഗ്ലോബിനാണ്. അവന്റെ നെഞ്ചിൽ ആ വാൾ അങ്ങനെ തന്നെ ഉണ്ടാകും. അവന് ഇനി മരണമില്ല. പക്ഷേ അതൊരു വലിയ ശിക്ഷ കൂടിയായിരുന്നു. അവൻ യുദ്ധകളത്തിൽ ഒഴുക്കിയ ആയിരക്കണക്കിന് ശത്രുക്കളുടെ ചോരയുടെ പാപമാനമായി അവൻ സ്നേഹിക്കുന്ന എല്ലാവരും അവന്റെ കൺമുന്നിൽ മരിച്ചു പോകുന്നത് അവന് നോക്കി നിൽക്കേണ്ടി വരും. ഈ ശാപത്തിൽ നിന്ന് അവന് മോചനം വേണമെങ്കിൽ ഒരേ ഒരു വഴിയേയുള്ളൂ. ഗ്ലോബിന്റെ വധു എന്ന് പറയപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് മാത്രമേ അവന്റെ നെഞ്ചിലെ ആ മാന്ത്രിക വാൾ കാണാനും അത് പുറത്തെടുക്കാനും കഴിയൂ. അത് പുറത്തെടുക്കുന്ന നിമിഷം അവൻ ഈ ലോകത്ത് നിന്ന് ചാരമായി മാറി സമാധാനത്തോടെ മരണത്തിലേക്ക് പോകും. അന്നു മുതൽ ഏതാണ്ട് 900 വർഷങ്ങളായി തന്റെ നെഞ്ചിലെ വാളും പേറി ആ ശാപമോക്ഷം നൽകാൻ കഴിയുന്ന വധുവിനെ തിരഞ്ഞു നടക്കുകയാണ് നമ്മുടെ ഗ്ലോബിൻ. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. ഇപ്പോൾ വർഷം 2016. നമ്മുടെ ഗ്ലോബിൻ ഇപ്പോഴും ആ പഴയ രൂപത്തിൽ സൗന്ദര്യത്തോടെ ജീവിക്കുന്നു. ഒരു ദിവസം രാത്രി കനത്ത മഞ്ഞുവീഴ്ചയുള്ള സമയം ഗർഭിണിയായ ഒരു സ്ത്രീ റോഡപകടത്തിൽപ്പെട്ട് ചോര വാർന്ന് മരിക്കാൻ കിടക്കുകയാണ്. ജനശൂന്യമായ ആ റോഡിൽ അവരെ രക്ഷിക്കാൻ ആരുമില്ല. മരിക്കാറായ ആ അവസ്ഥയിലും അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്നെ രക്ഷിച്ചില്ലെങ്കിലും എൻ്റെ ഉള്ളിലെ കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കണേ. ആ വഴി കടന്നുപോയ ഗ്ലോബിൻ ഈ പ്രാർത്ഥന കേൾക്കുന്നു. സാധാരണ മനുഷ്യരുടെ വിധിയിൽ ദൈവങ്ങൾ ഇടപെടാറില്ല. പക്ഷേ അന്ന് രാത്രി ഗ്ലോബിന്റെ മനസ്സ് അലിഞ്ഞു. അവൻ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് സമയത്തെ നിശ്ചലമാക്കി. ആ സ്ത്രീയുടെയും അവരുടെ ജനിക്കാനിരുന്ന കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കുന്നു. പക്ഷേ വിധി പ്രകാരം ആ രാത്രി അവിടെ മരിക്കേണ്ടിയിരുന്ന കുഞ്ഞായിരുന്നു അത്. വിധി തെറ്റിച്ച് ഭൂമിയിലേക്ക് വന്ന ആ കുഞ്ഞാണ് നമ്മുടെ നായിക ജിൻ ഒൻതക്.
ദൈവത്തിന്റെ ഈ വലിയ ഇടപെടൽ കാരണം അവൾക്ക് ജനിച്ചപ്പോഴേ ഒരു പ്രത്യേക കഴിവ് കിട്ടി. പ്രേതങ്ങളെ കാണാനും അവരോട് സംസാരിക്കാനുമുള്ള കഴിവ്. ഭൂമിയിലെ പ്രേതങ്ങളെല്ലാം അവളെ കാണുമ്പോൾ പറയും, ഇവളാണ് ആ ഗ്ലോബിന്റെ വധു എന്ന്. പക്ഷേ ഒൻതക്കിന്റെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. അവൾക്ക് 9 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരിക്കുന്നു. പിന്നീട് ക്രൂരയായ അമ്മായിയുടെയും മക്കളുടെയും കൂടെയാണ് അവൾ വളരുന്നത്. ഒരു വശത്ത് അമ്മായിയുടെ പീഡനവും പട്ടിണിയും, മറുവശത്ത് സ്കൂളിൽ പ്രേതങ്ങളെ കാണുന്നവൾ എന്ന് പറഞ്ഞ് കൂട്ടുകാർ ഒറ്റപ്പെടുത്തുന്നു. അങ്ങനെ സങ്കടങ്ങൾ മാത്രമുള്ള ഒരു പെൺകുട്ടിയായി അവൾ വളർന്നു വലുതാകുന്നു. അങ്ങനെയിരിക്കെ ഒൻതക്കിന് 19 വയസ്സ് തികയുന്ന ജന്മദിനം വരികയാണ്. അന്ന് അമ്മായി വീട്ടിൽ നിന്ന് അവളെ വഴക്കു പറഞ്ഞ് ഇറക്കി വിടുന്നു. സങ്കടം സഹിക്കാൻ വയ്യാതെ അവൾ കടൽ തീരത്ത് തനിച്ചിരുന്ന് കരയുകയാണ്. ആരുമില്ലാത്ത തൻ്റെ അവസ്ഥയോർത്ത് അവൾ ദൈവത്തോട് പരാതി പറയുന്നു. എന്നിട്ട് താൻ തനിയെ വാങ്ങിയ ഒരു ചെറിയ കേക്കിലെ മെഴുകുതിരി കത്തിച്ച് കണ്ണുപൂട്ടി പ്രാർത്ഥിച്ച് അത് ഊതിക്കെടുത്തുന്നു. ആ നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാതെ കയ്യിൽ ഒരു കൊച്ചു പൂച്ചെണ്ടുമായി നമ്മുടെ ഗ്ലോബിൻ അവളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഗ്ലോബിനും മനസ്സിലാകുന്നില്ല താൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. ഇവിടെയാണ് ആ മാന്ത്രിക കണക്ഷൻ വരുന്നത്. ഒൻതക്ക് എപ്പോഴൊക്കെ തീപ്പെട്ടിയോ മെഴുകുതിരിയോ ഫോണിലെ ലൈറ്റോ ഊതിക്കെടുത്തുന്നുവോ അപ്പോഴൊക്കെ ഗ്ലോബിൻ അറിയാതെ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ആദ്യത്തെ കുറച്ചു കണ്ടുമുട്ടലുകളിൽ അവർ തമ്മിൽ വലിയ തർക്കങ്ങളാണ്. ഒൻതക്ക് അവകാശപ്പെടുന്നു, ഞാൻ നിങ്ങളുടെ വധുവാണ്, പ്രേതങ്ങളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഗ്ലോബിൻ അത് വിശ്വസിക്കുന്നില്ല. അവൻ ചോദിക്കുന്നു, നീ ഗ്ലോബിന്റെ വധുവാണെങ്കിൽ എന്റെ ശരീരത്തിൽ നിനക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറ. പക്ഷെ ആ സമയത്ത് ഒൻതക്കിന് അവന്റെ നെഞ്ചിലെ ആ വാൾ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഗ്ലോബിൻ വിചാരിക്കുന്നു അവൾ വെറുതെ പറയുകയാണെന്ന്. എങ്കിലും അവർ പതിയെ പതിയെ അടുക്കാൻ തുടങ്ങുകയാണ്. ഒരു ദിവസം അവൾ ഗ്ലോബിന്റെ പുറകെ നടന്ന് ഒരു വാതിലിലൂടെ കടക്കുമ്പോൾ ഗ്ലോബിന്റെ മാന്ത്രിക ശക്തി കാരണം അവർ എത്തിപ്പെടുന്നത് കാനഡയിലാണ്. കൊറിയയിലെ ആ മഞ്ഞുകാലത്ത് നിന്ന് കാനഡയിലെ മനോഹരമായ ഇലകൊഴിയും കാലത്തിലേക്ക് അവർ എത്തുന്ന ആ രംഗങ്ങളൊക്കെ ഒടുക്കത്തെ ഫീലിലാണ് ഡ്രാമയിൽ കാണിച്ചിരിക്കുന്നത്. ഗ്ലോബിന്റെ ആ വലിയ കൊട്ടാരവും അവന്റെ ശക്തികളുമൊക്കെ കണ്ട് ഒൻതക്ക് അവനുമായി കൂടുതൽ പ്രണയത്തിലാവുന്നു. ഇനി നമ്മുടെ കഥയിലെ രണ്ടാമത്തെ ഹീറോയെ പരിചയപ്പെടാം. ദി ഗ്രിം റീപ്പർ അഥവാ മരണദേവൻ. കറുത്ത കോട്ടും തൊപ്പിയുമിട്ട് മരിക്കുന്ന മനുഷ്യരുടെ ആത്മാക്കളെ ഒരു ചായ കൊടുത്ത് പരലോകത്തേക്ക് യാത്രയാക്കുന്നതാണ് ഇയാളുടെ ജോലി. മുൻ ജന്മത്തിൽ അതിക്രൂരമായ പാപങ്ങൾ ചെയ്തവർക്കാണ് ദൈവം ഈ ഗ്രീം റീപ്പർ ജോലി ഒരു ശിക്ഷയായി നൽകുന്നത്. ഇവർക്ക് സ്വന്തം ഭൂതകാലത്തെക്കുറിച്ചോ താനായിരുന്നു എന്നതിനെക്കുറിച്ചോ യാതൊരു ഓർമ്മയും ഉണ്ടാകില്ല. നമ്മുടെ ഗ്ലോബിൻ കാനഡയിൽ പോയ സമയത്ത് അവന്റെ വീട്ടിലെ വികൃതിയായ കൊച്ചുമകന് പണത്തിന് വേണ്ടി ഗ്ലോബിൻ അറിയാതെ ഈ വലിയ വീട് നമ്മുടെ ഗ്രിം റീപ്പറിന് വാടകയ്ക്ക് കൊടുക്കുന്നു. കാനഡയിൽ നിന്ന് തിരികെ വന്ന ഗ്ലോബിൻ കാണുന്നത് സ്വന്തം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കറുത്ത തൊപ്പിയൊക്കെ വെച്ച് കാപ്പി കുടിക്കുന്ന മരണദേവനെയാണ്. അങ്ങനെ ഒട്ടും ഒത്തുപോകാത്ത, പരസ്പരം കണ്ടുകൂടാത്ത ഗ്ലോബിനും മരണദേവനും ഒരേ വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുന്നു. ഇതിലെ കോമഡി സീനുകളൊക്കെ തിയേറ്റർ ചിരി തരുന്നവയാണ്. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് 2 പേരും അവരുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് കുരുമുളക് പാത്രവും ഉപ്പ് പാത്രവുമൊക്കെ വായുവിൽ പറത്തി അടികൂടുന്ന രംഗമുണ്ട്. മരണദേവൻ തുണി ഉണക്കാൻ ഇടുമ്പോൾ ഗ്ലോബിൻ മാന്ത്രികമായി മഴ പെയ്യിച്ച് അത് നനയ്ക്കും. തിരിച്ച് മരണദേവൻ ഗ്ലോബിന്റെ കിടപ്പുമുറിയിൽ വന്ന് പേടിപ്പിക്കും. ഈ 2 പേരുടെയും കോംബോ കാണാൻ വേണ്ടി മാത്രം ഈ സീരീസ് വീണ്ടും വീണ്ടും കാണുന്ന ഒരുപാട് ആരാധകരുണ്ട്. കഥ വീണ്ടും ഗൗരവമുള്ള വഴിയിലേക്ക് തിരിയുകയാണ്. അമ്മായിയുടെ കടം കാരണം ചില ഗുണ്ടകൾ ഒൻതക്കിനെ തട്ടിക്കൊണ്ടു പോകുന്നു. അവൾ വല്ലാതെ പേടിച്ച് കരയുമ്പോൾ അവളുടെ കഴുത്തിലെ ആ ഗ്ലോബിൻ അടയാളം തിളങ്ങാൻ തുടങ്ങുന്നു. ആ നിമിഷം ആ വിജനമായ റോഡിലെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഓരോന്നായി പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇരുട്ടിനെ കീറിമുറിച്ച് കറുത്ത കോട്ടും വിട്ട് മാസായി നമ്മുടെ ഗ്ലോബിനും മരണദേവനും നടന്നു വരികയാണ്. ആ വില്ലന്മാരെ അടിച്ചു തകർത്ത് അവർ ഒൻതക്കിനെ രക്ഷിക്കുന്നു. അതിനുശേഷം ഒരു ദിവസം ഗ്ലോബിൻ തന്റെ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ ഒൻതക്ക് അങ്ങോട്ട് വരുന്നു. ഗ്ലോബിന് ഇപ്പോഴും സംശയമാണ് അവൾ തന്നെയാണോ തന്റെ വധുവെന്ന്. അവൻ വീണ്ടും സങ്കടത്തോടെ അവളോട് ചോദിക്കുന്നു, നിനക്ക് ശരിക്കും എന്നിൽ എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്നെ വിട്ടു പൊയ്ക്കൂടെ?
അതുവരെ ഒൻതക് കണ്ട ഒരു കാര്യം ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. അവൾ പതിയെ ഗ്ലോബിന്റെ അടുത്തേക്ക് നടന്നു വരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. അവൾ ഗ്ലോബിന്റെ മുഖത്തേക്ക് നോക്കി പതിയെ അവന്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, എനിക്ക് പണ്ടേ ഇത് കാണാമായിരുന്നു. നിങ്ങളുടെ നെഞ്ചിൽ തറച്ചിരിക്കുന്ന ആ വലിയ മാന്ത്രിക വാൾ. ആ വാക്ക് കേൾക്കുന്ന നിമിഷം ഗ്ലോബിൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു പോകുന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് വീണു. അവൾ വെറുതെ പറഞ്ഞതല്ല, അവൾ തന്നെയാണ് തന്റെ ഈ 900 വർഷത്തെ ശാപം തീർക്കാൻ വന്ന യഥാർത്ഥ വധു എന്ന് അവൻ ഉറപ്പിച്ചു. അവൾ ആ വാളൂരിയാൽ തനിക്ക് ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാകാം, മരണപ്പെടാം. തന്റെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഗ്ലോബിൻ ശ്വാസമടക്കി അവളെ നോക്കി നിൽക്കുമ്പോൾ ഒൻതക് പുഞ്ചിരിയോടെ ആ വാളിൽ പിടിച്ച് അത് പുറത്തെടുക്കാൻ കൈ നീട്ടുകയാണ്. അവൾ ആ വാളൂരാൻ തയ്യാറെടുക്കുകയാണ്. വാളൂരിയാൽ ഗ്ലോബിൻ മരിക്കുമെന്ന സത്യം അവൾക്കറിയില്ല. അവൾ വിചാരിക്കുന്നത് വാൾ ഊരി മാറ്റിയാൽ ഗോബ്ലിൻ കൂടുതൽ സുന്ദരനാകുമെന്നാണ്. ഗോബ്ലിൻ തന്റെ മരണം ഉറപ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് വിധിക്ക് കീഴടങ്ങാൻ നിൽക്കുന്നു. ഒൻതക് ആ വാളിൽ പിടിച്ച് വലിച്ചൂരാൻ നോക്കുകയാണ്. പക്ഷേ അവിടെയാണ് കഥയിലെ ആദ്യത്തെ വലിയ ട്വിസ്റ്റ്. ഒൻതകിനെ ആ വാൾ കാണാൻ കഴിയുന്നുണ്ടെങ്കിലും അവൾക്കതിൽ തൊടാൻ പറ്റുന്നില്ല. വായുവിൽ കൈ പിടിക്കുന്നത് പോലെ അവൾക്ക് ആ വാൾ ഒട്ടും സ്പർശിക്കാൻ കഴിയുന്നില്ല. രണ്ടുപേരും കൺഫ്യൂഷനിലാകുന്നു. ഒൻതക് വിചാരിച്ചു താൻ ചെയ്തതിൽ എന്തോ കുറവുണ്ടെന്ന്. അവൾ പെട്ടെന്ന് നമ്മുടെ ഫെയറി ടെയിൽ കഥകളിലെ പോലെ ഒരു ബുദ്ധി പ്രയോഗിക്കുന്നു. മനസ്സിലായി, ശാപം മാറണമെങ്കിൽ പ്രിൻസസിനെ കിസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അപ്രതീക്ഷിതമായി ഗ്ലോബിനെ ചുംബിക്കുന്നു. നമ്മുടെ ഗോബ്ലിൻ അക്ഷരാർത്ഥത്തിൽ ഷോക്കാവുന്ന ഒരു സീനാണത്. പക്ഷേ എന്നിട്ടും വാൾ ഊരാൻ പറ്റുന്നില്ല. ഒടുവിൽ അവർ താൽക്കാലികമായി ആ ശ്രമം ഉപേക്ഷിക്കുന്നു. ഗ്ലോബിന് മനസ്സിലായി തങ്ങൾ തമ്മിലുള്ള ബന്ധം ഇനിയും ആഴത്തിലാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന നിയമത്തിൽ വേറെന്തോ നിഗൂഢതയുണ്ട്. വാൾ ഊരാൻ കഴിയാതെ വന്നതോടെ ഒൻതക്കിന് ഗ്ലോബിന്റെ വീട്ടിൽ തന്നെ താമസിക്കാൻ അനുവാദം കിട്ടുകയാണ്. അവിടെ വെച്ച് ഗ്ലോബിനും ഒൻതക്കും തമ്മിലുള്ള പ്രണയം അതിന്റെ ഏറ്റവും മനോഹരമായ തലത്തിലേക്ക് മാറുന്നു. അവർ ഒരുമിച്ച് നടക്കുന്നു, സിനിമയ്ക്ക് പോകുന്നു. ഗ്ലോബിൻ അവൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങി നൽകുന്നു. ഒൻതക്കിന് സന്തോഷം വരുമ്പോൾ അവളുടെ ചുറ്റുമുള്ള ചെടികളിലൊക്കെ പൂക്കൾ വിരിയുന്നതും ഗ്ലോബിന് സങ്കടം വരുമ്പോൾ മഴ പെയ്യുന്നതുമൊക്കെ ഈ പ്രണയകാലത്തെ അതിമനോഹരമാക്കുന്നുണ്ട്. പക്ഷേ ഈ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. പതിയെ ആ വാൾ ഒൻതക്കിന് തൊടാൻ പാകത്തിന് യാഥാർത്ഥ്യമായി മാറാൻ തുടങ്ങി. ഗ്ലോബിന്റെ നെഞ്ചിൽ വല്ലാത്ത വേദന അനുഭവപ്പെടുന്നു. ഒടുവിൽ ഗ്ലോബിൻ തന്റെ മരണത്തിന് തയ്യാറെടുക്കുകയാണ്. അവൻ ഒരു ഡയറിയിൽ ഒൻതക്കിനോടുള്ള തന്റെ പ്രണയം എഴുതി വെക്കുന്നു. 100 വർഷം ജീവിച്ചിരുന്നിട്ടും നിന്നെ കണ്ടുമുട്ടിയ ആ ഒരു ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം. ഇതിനിടയിൽ ഒൻതക് ആ വലിയ സത്യം അറിഞ്ഞു പോകുന്നു. താൻ ആ വാൾ പുറത്തെടുത്താൽ തൻ്റെ പ്രിയപ്പെട്ട ഗ്ലോബിൻ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി ഇല്ലാതാകും എന്നവൾ മനസ്സിലാക്കുന്നു. അവൾ തകർന്നു പോവുകയാണ്. അവൾ കരഞ്ഞുകൊണ്ട് ഗ്ലോബിനോട് പറയുന്നു, ഞാൻ ഒരിക്കലും ആ വാൾ ഊരില്ല. എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ വയ്യ. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കുന്നു. എന്നാൽ ഇവിടെയാണ് ദൈവത്തിന്റെ ഏറ്റവും ക്രൂരമായ ആ നിയമം ഗ്ലോബിൻ തിരിച്ചറിയുന്നത്. ഒരു ദിവസം ഗ്ലോബിന്റെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. അവൾ നിന്റെ വാൾ ഊരാൻ വേണ്ടി മാത്രം ജനിച്ചവളാണ്. അവളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. അവൾ ആ വാൾ ഊരിയില്ലെങ്കിൽ അവൾക്ക് ഈ ഭൂമിയിൽ നിലനിൽപ്പില്ല. അവൾ നിരന്തരം അപകടങ്ങളിൽപ്പെട്ട് മരിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഒന്നുകിൽ ഗ്ലോബിൻ മരിക്കണം, അല്ലെങ്കിൽ ഒൻതക് മരിക്കണം. ഒരാൾ ജീവിക്കണമെങ്കിൽ മറ്റേയാൾ ഇല്ലാതാകണം. ഈ ഒരു വലിയ സത്യം ഇവരുടെ പ്രണയത്തെ വല്ലാത്തൊരു നൊമ്പരമാക്കി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് കഥയിലെ മറ്റൊരു പ്രധാന ട്രാക്കിലേക്ക് പോകാം. നമ്മുടെ മരണദേവന് സ്വന്തം ഭൂതകാലം അറിയില്ലെന്ന് നമ്മൾ കണ്ടല്ലോ. ഇതിനിടയിൽ ഇയാൾ സണ്ണി എന്നൊരു സുന്ദരിയായ യുവതിയെ കണ്ടുമുട്ടുന്നു. അവൾ ഒരു ചിക്കൻ റെസ്റ്റോറന്റ് നടത്തുകയാണ്. സണ്ണിയെ കാണുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ ഗ്രിം റീപ്പറിന്റെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണീർ ഒഴുകുന്നു. അവളിലേക്ക് ഇയാൾ ഭയങ്കരമായി ആകർഷിക്കപ്പെടുന്നു. അവർ തമ്മിൽ പ്രണയത്തിലാവുകയാണ്. എന്നാൽ താനൊരു മരണദേവനാണെന്ന സത്യം ഇയാൾ അവളിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുന്നു. ഒരു ദിവസം ഗ്ലോബിൻ തന്റെ കയ്യിലുള്ള ഒരു പഴയ പെയിന്റിംഗ് ഗ്രീം റീപ്പറിനെ കാണുന്നു. അത് 900 വർഷങ്ങൾക്ക് മുൻപ് കൊല ചെയ്യപ്പെട്ട ഗ്ലോബിന്റെ സ്വന്തം അനിയത്തിയുടെ ചിത്രമായിരുന്നു.
ആ ചിത്രം കാണുന്ന ഗ്രിം റീപ്പർ വല്ലാതെ നെഞ്ചു പൊട്ടി കരയാൻ തുടങ്ങുന്നു. എന്തുകൊണ്ടാണ് താൻ കരയുന്നതെന്ന് ഇയാൾക്ക് പോലും മനസ്സിലാകുന്നില്ല. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ വജ്രായുധം പോലുള്ള ട്വിസ്റ്റ് വരുന്നത്. ഒരു ഗ്രിം റീപ്പറിന് ഒരു മനുഷ്യന്റെ കയ്യിൽ തൊട്ടാൽ അവരുടെ മുൻജന്മം കാണാൻ സാധിക്കും. യാദൃശ്ചികമായി ഗ്രിം റീപ്പർ സണ്ണിയുടെ കയ്യിൽ തൊടാൻ ഇടയാകുന്നു. ആ നിമിഷം ഇയാൾ അവളുടെ മുൻജന്മം കാണുകയാണ്. സണ്ണി മറ്റാരുമായിരുന്നില്ല, 900 വർഷങ്ങൾക്ക് മുൻപ് കൊട്ടാരത്തിൽ വെച്ച് കൊല്ലപ്പെട്ട ഗോബ്ലിന്റെ സ്വന്തം അനിയത്തിയായിരുന്നു. ഇത് ഗോബ്ലിൻ അറിയുന്നതോടെ അവൻ ഓടിച്ചെന്ന് സണ്ണിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. തന്റെ അനിയത്തി പുനർജനിച്ചിരിക്കുന്നു എന്ന് അവൻ തിരിച്ചറിയുന്നു. എന്നാൽ അതിലും വലിയൊരു സത്യം ഗ്രിം റീപ്പർ മനസ്സിലാക്കുകയാണ്. മുൻജന്മത്തിൽ വലിയ പാപങ്ങൾ ചെയ്തവരാണല്ലോ ഗ്രിം റീപ്പർ ആകുന്നത്. താൻ മുൻജന്മത്തിൽ ആരായിരുന്നു എന്ന് ഇയാൾ തിരഞ്ഞു പോകുന്നു. ഒടുവിൽ ആ സത്യം പുറത്തു വരുന്നു. പണ്ട് കിം ഷിന്നിനെയും അവന്റെ കുടുംബത്തെയും അസൂയ മൂത്ത് കൊലപ്പെടുത്താൻ ഉത്തരവിട്ട ആ ക്രൂരനായ കൊച്ചു രാജാവ് മറ്റാരുമല്ല, ഈ ഗ്രിം റീപ്പർ തന്നെയാണ്. തന്റെ ഉറ്റ സുഹൃത്തായി മാറിയ ഗ്രിം റീപ്പർ തന്നെയാണ് തന്റെയും കുടുംബത്തിന്റെയും ഘാതകൻ എന്ന് ഗ്ലോബൻ അറിയുന്നതോടെ കഥയാകെ മാറിമറിയുന്നു. സൗഹൃദം പെട്ടെന്ന് വലിയൊരു പ്രതികാര ചിന്തയിലേക്ക് വഴിമാറുകയാണ്. ഭൂതകാലത്തിലെ ഈ വലിയ വെളിപ്പെടുത്തലുകൾക്കിടയിലേക്ക് കഥയെ കൂടുതൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ മറ്റൊരു വില്ലൻ കടന്നു വരുന്നു. പണ്ട് ആ കൊച്ചു രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ച് കിം ഷിന്നിനെ കൊലപ്പെടുത്തിയ ആ ദുഷ്ടനായ രാജഗുരു ഉണ്ടല്ലോ, അവൻ മരിച്ചതിന് ശേഷം നരകത്തിൽ പോകാതെ 900 വർഷമായി ഒരു ദുഷ്ടപ്രേതമായി ഈ ഭൂമിയിൽ അലഞ്ഞു തിരിയുകയായിരുന്നു. അവൻ ഇപ്പോൾ വർത്തമാനകാലത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, ഒൻടകിനെ കൊലപ്പെടുത്തുക, ഒപ്പം ഗോബ്ലിനെയും ഗ്രിം റീപ്പറെയും വീണ്ടും തകർക്കുക. അവൻ ഒൻടകിന്റെ മുന്നിൽ വന്ന് അവളെ ഭയപ്പെടുത്തുന്നു. അവളിലൂടെ ഗോബ്ലിനെ നശിപ്പിക്കാൻ പദ്ധതിയിടുന്നു. ദുഷ്ടപ്രേതത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ഗോബ്ലിൻ വല്ലാതെ ആകുലപ്പെടുന്നു. താൻ ജീവിച്ചിരുന്നാൽ ഒൻടകിന് അപകടമാണ്. കൂടുതൽ ഈ വില്ലൻ പ്രേതത്തെ സാധാരണ ശക്തി കൊണ്ട് നശിപ്പിക്കാനും കഴിയില്ല. അവനെ ഇല്ലാതാക്കണമെങ്കിൽ തന്റെ നെഞ്ചിലെ ആ മാന്ത്രിക വാൾ തന്നെ വേണം. ഒരു ദിവസം രാത്രി ആ വില്ലൻ പ്രേതം ഒൻടകിനെ ഒരു വലിയ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കെണിയിലാക്കുന്നു. അവൾ വല്ലാതെ അപകടത്തിലാവുകയാണ്. വിവരമറിഞ്ഞ ഗോബ്ലിൻ അങ്ങോട്ട് പാഞ്ഞെത്തുന്നു. എന്നാൽ അവിടെ വെച്ച് വില്ലൻ പ്രേതം ഒൻടകിന്റെ ശരീരത്തിലേക്ക് ആവേശിക്കുകയാണ്. അവൻ ഒൻടകിന്റെ ശരീരം ഉപയോഗിച്ച് ഗോബ്ലിന്റെ നെഞ്ചിലെ വാളിൽ പിടിക്കുന്നു. എന്നിട്ട് ഗോബ്ലിനെ കൊല്ലാനായി ആ വാൾ പുറത്തേക്ക് വലിക്കാൻ തുടങ്ങുന്നു. ഒൻടകിന്റെ കൈകൾ കൊണ്ട് തന്നെ ഗോബ്ലിന്റെ മരണം സംഭവിക്കാൻ പോകുന്ന ആ ഭയാനകമായ രംഗം. ഗോബ്ലിൻ വേദന കൊണ്ട് പുളയുന്നു. ഒൻടകിന്റെ നിയന്ത്രണം പൂർണ്ണമായും വില്ലന്റെ കയ്യിലാണ്. എന്നാൽ ആ നിമിഷം ഒൻടകിനെ രക്ഷിക്കാനും ആ വില്ലനെ എന്നേക്കുമായി ഇല്ലാതാക്കാനും ഗോബ്ലിൻ ഒരു വലിയ തീരുമാനമെടുക്കുന്നു. മരണദേവനായ ഗ്രിം റീപ്പർ കൃത്യസമയത്ത് അങ്ങോട്ട് പാഞ്ഞെത്തുകയും തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഒൻടകിന്റെ ഉള്ളിലുള്ള വില്ലൻ പ്രേതത്തിന്റെ ആത്മാവിനെ പുറത്തേക്ക് വിളിക്കുകയും ചെയ്യുന്നു. ഒൻടക് ബോധരഹിതയായി നിലത്ത് വീഴുന്നു. വില്ലൻ പ്രേതം വായുവിൽ നിൽക്കുമ്പോൾ ഗോബ്ലിൻ ഒട്ടും സമയം കളയാതെ ബോധമില്ലാതെ കിടക്കുന്ന ഒൻടകിന്റെ കൈകൾ പിടിച്ച് സ്വന്തം നെഞ്ചിലെ വാൾ പൂർണ്ണമായും പുറത്തേക്ക് വലിച്ചൂരുന്നു. 900 വർഷങ്ങൾക്ക് ശേഷം ആ മാന്ത്രിക വാൾ പുറത്തെടുക്കപ്പെട്ടിരിക്കുന്നു. ആ വാളിന്റെ ശക്തി കൊണ്ട് ഗോബ്ലിൻ വില്ലൻ പ്രേതത്തെ വെട്ടി നശിപ്പിക്കുന്നു. വില്ലൻ ചാരമായി വായുവിൽ ലയിച്ചുപോയി. പക്ഷേ അതോടൊപ്പം ഗോബ്ലിന്റെ ശരീരവും പതിയെ ചാരമായി മാറാൻ തുടങ്ങുകയാണ്. ബോധം വീണുണർന്ന ഒൻടക് കാണുന്നത് തന്റെ പ്രിയപ്പെട്ടവൻ കൺമുന്നിൽ ഇല്ലാതായി കൊണ്ടിരിക്കുന്നതാണ്. അവൾ അലറിക്കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കാൻ നോക്കുന്നു. ഗോബ്ലിൻ കണ്ണീരോടെ അവളെ നോക്കി പറയുന്നു, നിന്നെ കണ്ടുമുട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം. ഒരു കാറ്റായോ ആദ്യത്തെ മഞ്ഞായോ ഞാൻ നിന്റെ അടുത്തേക്ക് വരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒടുവിൽ ഒൻടകിന്റെ കൈകളിൽ നിന്ന് അവൻ പൂർണ്ണമായും ചാരമായി വായുവിൽ ഇല്ലാതാകുന്നു. ഇവിടെയാണ് ദൈവത്തിന്റെ അടുത്ത ക്രൂരത വരുന്നത്. ഗോബ്ലിൻ ഇല്ലാതായതോടെ ഈ ഭൂമിയിലുള്ള എല്ലാവരുടെയും ഓർമ്മകളിൽ നിന്ന് അവൻ തുടച്ചു നീക്കപ്പെടുന്നു. ഒൻടകിന്റെ ഡയറിയിൽ നിന്നും ഫോണിൽ നിന്നും അവന്റെ ഓർമ്മകൾ ഇല്ലാതാകുന്നു. താൻ ആർക്കോ വേണ്ടി അതിശക്തമായി കരയുന്നുണ്ടെന്ന് ഒൻടകിനറിയാം. പക്ഷേ അതാരാണെന്ന് അവൾക്ക് ഓർമ്മയില്ല. അവൾ പെട്ടെന്നൊരു ബുദ്ധിപൂർവം തന്റെ ഡയറിയിൽ എഴുതി വെക്കുന്നു, ഓർത്തു വെക്കുക, അവന്റെ പേര്
കിംഷിൻ എന്നാണ്. അവൻ ഒരു ഗോബ്ലിനാണ്. നീ അവന്റെ വധുവാണ്. എങ്കിലും പതിയെ അവൾ എല്ലാം മറന്നു പോകുന്നു. വർഷങ്ങൾ 9 കടന്നുപോയി. ഒൻതക്കിന് ഇപ്പോൾ 29 വയസ്സായി. അവൾ ഒരു റേഡിയോ സ്റ്റേഷനിൽ പ്രൊഡ്യൂസറായി ജോലി ചെയ്യുകയാണ്. അവൾക്ക് പുറമെ വലിയ സങ്കടങ്ങളൊന്നുമില്ല. എങ്കിലും കനത്ത മഴ പെയ്യുമ്പോഴോ ആദ്യത്തെ മഞ്ഞു വീഴുമ്പോഴോ അവളുടെ നെഞ്ച് അറിയാതെ വിങ്ങും. തനിക്ക് എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന തോന്നൽ അവളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. അതേസമയം മരണത്തിന് ശേഷമുള്ള ആ ശൂന്യമായ ലോകത്ത് നമ്മുടെ ഗ്ലോബിൻ 9 വർഷമായി കൊടും തണുപ്പിലും മഞ്ഞിലും ഒൻതക്കിനെ മാത്രം ഓർത്ത് നടക്കുകയായിരുന്നു. ദൈവങ്ങൾ അവന് സ്വർഗത്തിലേക്ക് പോകാൻ അനുവാദം നൽകിയതാണ്. പക്ഷേ ഒൻതക്കിന്റെ അടുത്തേക്ക് ഒരു കാറ്റായെങ്കിലും തിരിച്ചെത്തണം എന്ന ആഗ്രഹത്തിൽ അവൻ ആ ശൂന്യതയിൽ തന്നെ തുടർന്നു. അങ്ങനെ ഒരു ദിവസം കനത്ത മഞ്ഞു വീഴ്ചയുള്ള രാത്രി ഒൻതക്ക് തന്റെ ഓഫീസിന്റെ മുകളിൽ ഇരുന്ന് സങ്കടത്തോടെ ഒരു മെഴുകുതിരി കത്തിക്കുന്നു. എന്നിട്ട് അവൾ അത് ഊതിക്കെടുത്തുകയാണ്. ആ നിമിഷം വിധി വീണ്ടും ജയിക്കുന്നു. 9 വർഷത്തെ ആ നീണ്ട കാത്തിരിപ്പിന് അറുതി വരുത്തിക്കൊണ്ട് ആ മഞ്ഞിലേക്ക് നമ്മുടെ ഗോബ്ലിൻ വീണ്ടും പുനർജനിക്കുകയാണ്. അവൻ നേരെ വന്ന് ഒൻതക്കിനെ കെട്ടിപ്പിടിക്കുന്നു. പക്ഷേ ഒൻതക്കിന് അവനെ ഓർമ്മയില്ല. അവൾ വിചാരിക്കുന്നത് ഇയാൾ ആരോ ഒരു ഭ്രാന്തനാണെന്നാണ്. എങ്കിലും ഗോബ്ലിൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ വീണ്ടും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നു. പതിയെ പതിയെ അവൾ കാനഡയിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഒൻതക്കിന്റെ മനസ്സിലേക്ക് ആ പഴയ ഓർമ്മകളെല്ലാം ഇരച്ചു കയറുകയാണ്. കാനഡയിലെ ആ ഇല കൊഴിയും കാലം, താൻ എഴുതി വെച്ച ഡയറി എല്ലാം അവൾക്ക് ഓർമ്മ വരുന്നു. അവൾ ഓടിച്ചെന്ന് ഗോബ്ലിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്ക് ഓർമ്മ വന്നു. എനിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾക്ക് ശേഷം അവർ വീണ്ടും ഒന്നാവുകയും വിവാഹിതരാവുകയും ചെയ്യുന്നു. കഥ ഇവിടെ ശുഭമായി അവസാനിച്ചെന്ന് വിചാരിച്ചെങ്കിലും തെറ്റി. കൊറിയൻ ഡ്രാമകൾ അങ്ങനെയൊന്നും പ്രേക്ഷകരെ സന്തോഷത്തോടെ വിടില്ലല്ലോ. ഇതിനിടയിൽ സണ്ണിക്കും ഗ്രിം റീപ്പറിനും അവരുടെ മുൻജന്മ രഹസ്യങ്ങൾ പൂർണ്ണമായും ഓർമ്മ വരുന്നു. ഈ ജന്മത്തിൽ തങ്ങൾക്ക് ഒന്നാകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ സണ്ണി ഗ്രിം റീപ്പറോടും ഒൻതക്കിനോടും പറയാതെ ദൂരേക്ക് മാറി താമസിക്കുന്നു. തന്റെ അനിയത്തി വീണ്ടും തന്നെ പിരിഞ്ഞു പോയതിൽ ഗോബ്ലിനും വല്ലാതെ സങ്കടപ്പെടുന്നു. വർഷങ്ങൾ വീണ്ടും കടന്നു പോകുന്നു. മരണദേവനായ ഗ്രിം റീപ്പർക്ക് തന്റെ 300 വർഷത്തെ ശിക്ഷാ കാലാവധി അവസാനിക്കാറാവുകയാണ്. അവന്റെ അവസാനത്തെ ഡ്യൂട്ടി വരുന്നു. മരിച്ച ഒരു ആത്മാവിനെ പരലോകത്തേക്ക് കൊണ്ടുപോകണം. ആ റൂമിലേക്ക് നടന്നു വരുന്ന ആത്മാവിനെ കണ്ട് ഗ്രിം റീപ്പറിന്റെ കണ്ണുകൾ നിറയുന്നു. അത് വൃദ്ധയായി മാറിയ സണ്ണിയായിരുന്നു. അവൾ മൺമറഞ്ഞു പോയിരിക്കുന്നു. മരണത്തിന് ശേഷമുള്ള ആ മുറിയിൽ വെച്ച് അവർ വീണ്ടും ഒന്നാവുകയാണ്. ഗ്രിം റീപ്പർ അവളുടെ കൈകളിൽ ആ പഴയ മോതിരം അണിയിക്കുന്നു. തന്റെ ഉറ്റ സുഹൃത്തും തന്റെ സ്വന്തം അനിയത്തിയും മരണാനന്തര ജീവിതത്തിലേക്ക് ഒരുമിച്ച് കൈകോർത്ത് നടന്നു പോകുന്നത് നോക്കി ഗോബ്ലിൻ കണ്ണീരോടെ നിൽക്കുന്നു. ഇനി നമ്മുടെ ഗോബ്ലിന്റെയും ഒൻതക്കിന്റെയും കഥയിലേക്ക് വരാം. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ 4 ജന്മങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇതിൽ പറയുന്നത്. വിത്ത് നടുന്ന ജന്മം, ചെടി നനയ്ക്കുന്ന ജന്മം, വിളവെടുക്കുന്ന ജന്മം, അത് ആസ്വദിക്കുന്ന ജന്മം. ഒൻതക്കിന്റെ ഇത് ആദ്യത്തെ ജന്മമായിരുന്നു. ഒരു ദിവസം ഒരു കൂട്ടം കൊച്ചുകുട്ടികൾ സഞ്ചരിക്കുന്ന സ്കൂൾ ബസ് അപകടത്തിൽപ്പെടാൻ പോകുന്നത് ഒൻതക്ക് കാണുന്നു. ദൈവങ്ങൾ നിശ്ചയിച്ച വിധിയല്ല അത്, ഒരു യാദൃശ്ചിക അപകടമാണ്. ആ കുട്ടികളെ രക്ഷിക്കാൻ ഒൻതക്ക് തന്റെ കാർ ആ ബസ്സിന് പുറകെ വെക്കുന്നു. ബസ് രക്ഷപ്പെടുന്നു. പക്ഷേ ഒൻതക്കിന്റെ കാറിലേക്ക് ഒരു വലിയ ലോറി വന്ന് ഇടിക്കുകയാണ്. ഒൻതക്ക് അവിടെ വെച്ച് മരണപ്പെടുന്നു. തന്റെ പ്രിയപ്പെട്ടവൾ വീണ്ടും കൺമുന്നിൽ ചോര വാർന്ന് മരിക്കുന്നത് കണ്ട് ഗോബ്ലിൻ നെഞ്ച തകർന്ന് കരയുകയാണ്. ഗ്രിം റീപ്പറിന്റെ ആ മുറിയിൽ വെച്ച് അവർ അവസാനമായി കാണുന്നു. പരലോകത്തേക്ക് പോകുന്നതിനു മുൻപ് ഒൻതക്ക് ഗ്ലോബിനോട് പറയുന്നു, വിഷമിക്കരുത്, ഇത് എന്റെ ആദ്യത്തെ ജന്മം മാത്രമല്ലേ. ഞാൻ അടുത്ത ജന്മത്തിൽ ഓടി നിന്റെ അടുത്ത് തന്നെ തിരിച്ചു വരും. എനിക്ക് വേണ്ടി കാത്തിരിക്കണം. അവൾ ആ ചായ കുടിക്കാതെ ഓർമ്മകളോടെ തന്നെ പരലോകത്തേക്ക് പോകുന്നു. വീണ്ടും നമ്മുടെ ഗോബ്ലിൻ ഈ ഭൂമിയിൽ തനിച്ചാവുകയാണ്. വർഷങ്ങൾ, ദശകങ്ങൾ, നൂറ്റാണ്ടുകൾ വീണ്ടും കടന്നു പോകുന്നു. കാനഡയിലെ ആ മനോഹരമായ കുന്നിൻ മുകളിൽ ഒൻതക്കിന്റെ കല്ലറയ്ക്ക് മുന്നിൽ ഗോബ്ലിൻ ഇരിക്കുകയാണ്. അവൻ ഇപ്പോഴും അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ആ അത്ഭുതം സംഭവിക്കുന്നത്. ഒരു ഹൈസ്കൂൾ പെൺകുട്ടി കയ്യിൽ ഒരു പൂവുമായി ആ കുന്നിൻ മുകളിലേക്ക് നടന്നു വരുന്നു. അവൾ ഗോബ്ലിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു.
അവളുടെ കണ്ണുകളിൽ ആ പഴയ ഒൻതകിന്റെ പ്രണയമുണ്ടായിരുന്നു. അവൾ ചോദിക്കുന്നു, എന്നെ മനസ്സിലായോ? ഗോബ്ലിൻ എഴുന്നേറ്റ് നിന്ന് നിറഞ്ഞ കണ്ണുകളോടെ പുഞ്ചിരിച്ചു കൊണ്ട് മറുപടി പറയുന്നു, എന്റെ ആദ്യത്തെയും അവസാനത്തെയും ഗോബ്ലിൻ വധു, നീ എത്തിപ്പോയി. അവർ രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്ന ആ മനോഹര രംഗത്തോടെ ഈ ലോകത്തെ മുഴുവൻ കരയിപ്പിച്ച ഗോബ്ലിൻ എന്ന ഇതിഹാസ പരമ്പര ഇവിടെ അവസാനിക്കുകയാണ്. ഈ കൊറിയൻ വിസ്മയത്തിന്റെ കഥാവിവരണം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് അടുത്ത വീഡിയോകൾ ചെയ്യാനുള്ള വലിയൊരു പ്രചോദനമാണ്. ഇതുപോലെയുള്ള കൊറിയൻ ഡ്രാമകളോ മൂവികളോ മലയാളത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തതായി കാണാൻ ആഗ്രഹിക്കുന്ന ഡ്രാമ ഏതാണെന്ന് കമൻറ്റിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം.